എല്ലാവർക്കും മാളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ടിക്കയാണ്. വളരെ എളുപ്പമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ഒരുവിധം ഓർഡർ ചെയ്യുന്നൊരു റെസിപ്പി ആയിരിക്കും ഈ ചിക്കൻ ടിക്ക. എൻ്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഈ ഗ്രാം ഫ്ലോർ അല്ലെങ്കിൽ ബേസൻ അല്ലെങ്കിൽ കടലപ്പൊടി നമ്മളൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മതി. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് മാരിനേഷൻ തുടങ്ങാം. ഈ കടലമാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫെനുഗ്രീക്ക് ലീവ്സും. ഇനി മസാലകൾ നമ്മൾ ആ ഇൻഗ്രീഡിയൻസിൽ കൊടുത്തിട്ടില്ല, അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ടെർമറിക്, ചില്ലി ഫ്ലേക്സ്, ഉപ്പ്, പെപ്പർ, കാശ്മീരി ചില്ലി പൗഡർ, കാർഡമൻ പൗഡർ, പെപ്പർ പൗഡർ, ക്യുമിൻ പൗഡർ, ഇതൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിയുള്ള തൈരും ക്യുമിൻ പൗഡറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. അത്യാവശ്യം നല്ലോണം മസാല ഉണ്ട് ഇതിൽ. പിന്നെ കുറച്ച് എരിവുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ മസാല കുറവ് വേണ്ടവർക്ക് ഇത്തിരി മസാല കുറയ്ക്കാം. എരിവും അതെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം. കുറച്ച് ലെമൺ ഡ്രോപ്സും ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറു ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ പെരിഞ്ജീരകം ആഡ് ചെയ്യാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഞാൻ ഈ മാരിനേഷൻ കഴിഞ്ഞിട്ട് ആ പെരിഞ്ജീരകം ആഡ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അത് മറക്കാണ്ട് നേരത്തെ തന്നെ ആഡ് ചെയ്തോളൂ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പെരിഞ്ജീരകമാണ് ഇവിടെ ആഡ് ചെയ്തേക്കണേ. അതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഓവർനൈറ്റ് വെക്കാം ഫ്രിഡ്ജിൽ. അതല്ലെങ്കിൽ 2-3 മണിക്കൂർ മാറ്റി വയ്ക്കാം. മിനിമം 2 hours വെക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ ഗ്രില്ല് ചെയ്യുന്ന ട്രേയും ഗ്രില്ലിങ്ങിൻ്റെ സ്ക്യൂവേഴ്സും എടുത്തിട്ടുണ്ട്. ഈ സ്ക്യൂവേഴ്സ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ചിക്കൻ ഓരോന്നായിട്ട് നമുക്ക് സ്ക്യൂറിലേക്ക് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ ക്യാപ്സിക്കം, ഒണിയനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ റെസിപ്പിയിൽ അതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ എല്ലാ സ്ക്യൂവേഴ്സിലും ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ സ്ക്യൂസും ഇവിടെ റെഡിയാണ്. കുറച്ച് എണ്ണ പരട്ടി കൊടുക്കാം. വളരെ ഓപ്ഷണലാണ്. പക്ഷെ എനിക്ക് ഇത്തിരി എണ്ണ പരട്ടി കൊടുക്കുന്നതാണ് ഇഷ്ടം. നമ്മൾ തിരിച്ചു വെച്ചിട്ടും ഇതുപോലെ തന്നെ എണ്ണ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഓവണിലേക്ക് വെക്കണം. അതിനായിട്ട് 400 ഫാരൻഹീറ്റ് ആണ് ഓവൺ വെച്ചിരിക്കുന്നത്. 20 മിനിറ്റാണ് കുക്ക് ചെയ്യുന്നത് ആദ്യം. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് കൊടുക്കണം. 400 ഫാരൻഹീറ്റിൽ വെക്കുകയാണ്. കുറച്ച് വെള്ളം തിളപ്പിച്ചൊരു പാത്രത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. 20 മിനിറ്റാണ് വെക്കുന്നത്. അങ്ങനെ വെള്ളം വെക്കുമ്പോൾ നമുക്ക് വളരെ മോയിസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കിട്ടും. വല്ലാണ്ട് ഡ്രൈ ആവില്ല.
ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു കൊടുത്ത് നമ്മളിതുപോലെ തിരിച്ചു വെച്ച് കൊടുക്കണം. എല്ലാ സ്ക്യൂവേഴ്സും നമ്മൾ പതുക്കെ ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഒന്നും കൂടി ഈ ചിക്കനൊക്കെ പുറത്തേക്ക് എടുത്ത് കുറച്ചും കൂടി എണ്ണ തവടി കൊടുക്കാം. എല്ലാ ഭാഗത്തും ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുത്തിട്ട് പിന്നെ നമ്മളിതൊരു 10 മിനിറ്റ് സെയിം ടെമ്പറേച്ചറിൽ 400 ഫാരൻഹീറ്റിൽ വേവിക്കണം. അത് കഴിയുമ്പോൾ നമുക്കൊരു അടിപൊളി ചിക്കൻ ടിക്ക അവിടെ റെഡിയാവും. ഇപ്പോൾ വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ അടിപൊളി ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വളരെ മോയിസ്റ്റും ജ്യൂസിയും ആയിട്ടുള്ള ചിക്കൻ ടിക്കയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ആ വെള്ളം വെക്കുന്നതുകൊണ്ടാണ് അധികം ഡ്രൈ ആവാണ്ട് നമുക്ക് ചിക്കൻ കിട്ടുന്നത്. അപ്പോൾ ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.